താങ്ക് യു സോ മച്ച്. നമ്മളിൽ എല്ലാവരും മനസ്സിലൊരു സംഗീത ആസ്വാദകരുണ്ടല്ലോ അല്ലെ. പക്ഷെ ഒരു പാടാനുള്ള കഴിവ് അതൊരു പടച്ചവന്റെ വലിയൊരു കൃപ തന്നെയാണ്. അങ്ങനെ ഒരുപാട് കഴിവുകളും ഒരുപാട് കൃപയും അനുഗ്രഹവും ഒക്കെ കിട്ടിയിട്ടുള്ള നല്ല അനുഗ്രഹീതരായിട്ടുള്ള കലാകാരന്മാരാണ് ഈ വേദിയിലുള്ളത്. പക്ഷെ അതുകൂടാതെ സീ കേരളത്തിലൂടെ ലോകമെമ്പാടുമുള്ള പാട്ടുകളെ ആസ്വദിക്കുന്ന ഒരുപാട് ആസ്വാദകർക്കിടയിൽ അദ്ദേഹത്തിന്റെ ഒരു സ്വരമാധുര്യം കൊണ്ട് തന്നെ നമ്മളെല്ലാവരും വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോയി തന്നെ പറയാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു യങ്ങസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു സ്റ്റാറിനെ, ഒരു ഹാൻസം ബോയ് ആണ്, നല്ല കൈഡികൾ കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഒന്ന് ഉഷാറാക്കിക്കൊണ്ട് ഈ വേദിയിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ എപ്പോഴും ചാനലിലൂടെ കണ്ടിട്ടുള്ള കൈയടികളല്ല കേട്ടോ. നമ്മുടെ വീട്ടിലിരുന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാറുണ്ട്. പക്ഷെ നമുക്ക് ലൈവായിട്ട് നമ്മുടെ നെല്ലിക്കുഴിയിൽ നമ്മുടെ സ്വന്തം ഈ ഒരു വിവാഹത്തിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഈ കലാകാരനെ എല്ലാവരും ലൈവായിട്ട് തന്നെ കൈയടി കൊടുത്തുകൊണ്ട് സ്നേഹം അറിയിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യുന്നതല്ലേ നല്ലത്. ഒന്ന് ഉഷാറാക്കുക. നിങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളതൊന്ന് പുറത്തുനിന്ന് വരുന്ന ഗസ്റ്റിനൊക്കെ ഒരു ഇതാവണ്ടേ, പ്രോഗ്രാം തുടങ്ങിയെന്നൊന്ന് അറിയണ്ടേ നമ്മള്. യെസ് പ്ലീസ് വെൽക്കം ജാസിം ജമാൽ. അതിന് തന്നെ ഇവിടെ എത്താൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഈ ഒരു വേദി തന്നതിന് റഫീഖൊക്കെ ഒരുപാട് നന്ദി പറയാണ്. നേരിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷം ഈ ഒരു വേദിയിൽ എന്നെ കൂടെ ഉൾപ്പെടുത്തിയതിൽ. നമുക്ക് എന്തായാലും കുറച്ച് മാപ്പിളപ്പാട്ടാണ് പോയത്. ഒരു നല്ലൊരു, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഹിന്ദി സോങ് ഉണ്ട്, ഒരു ഫിലിം സോങ് ആണ്. അത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. ഓക്കെ, അതൊന്ന് പോവാം. ഓക്കെ. അദ്ദേഹത്തിൻ്റെ ഹരിമുരളീരവം കേട്ടിട്ട് എൻ്റെ 2 കിളി എങ്ങോട്ടൊക്കെയോ പറഞ്ഞുപോയി. അത് ഗംഭീരമായിരുന്നു. ഹരിമുരളീരവം ഹരിത വൃന്ദാവനം പ്രണയസുധാമയമോഹനഗാനം. എന്ത് പാട്ടാണ് പാടിയത്! ഓ, ഇത് സാക്ഷാൽ ഗന്ധർവൻ തന്നെ. കേട്ട് 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 ഞാൻ ഒരുപാട് ഷോസിന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇയാള് എന്താ പറഞ്ഞ, അതിനൊപ്പം എന്ന് പറയാം ഓക്കെ ദാസേട്ടനാണ്. പക്ഷെ ആ ക്ലാരിറ്റി ഓഫ് സംഗതിയും ആ ബ്രെത്തും ആ ഈസായിട്ട് നിന്ന് ആ ഒരു ഇത്രയും ഡിഫിക്കൾട്ട് ഒരു പാട്ടാന്ന് നമുക്ക് തോന്നുന്നില്ല മോൻ പാടുന്ന കേട്ടപ്പോ. സ്റ്റേജിൽ ഈ ഒരു പാട്ട് പാടിയത് അത് നമുക്കൊരിക്കലും ലോകത്ത് വളരെ വിരളമായിട്ട് സംഭവിക്കുന്ന ഒരു മൊമെന്റ് ആണ് ഇന്ന് സരിഗമപയിലൂടെ സംഭവിച്ചിരിക്കുന്നത്. ഇത്ര ഗംഭീരമായിട്ട് ദാസർ അല്ലാണ്ട് വേറെ ആരും പാടിയത് ഞാൻ കേട്ടിട്ടില്ലടാ. അമേസിങ്. ഞങ്ങളുടെ എല്ലാവരുടെയും വക ഒരു വലിയ നന്ദി. ഇത്ര നല്ലൊരു സിംഗറിനെ ഞങ്ങൾക്ക് തന്നതിന് ഞാനൊന്ന് അങ്ങോട്ട് വരികയാണ്. തുടിയിൽ ഉണരും ത്രിപുട കേട്ടു തുയിലുണർന്നു പാടിയന്റെ നടന മണ്ഡപം തുറന്നുവാ. മലയാള ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യം മേറിയ ഒറ്റ ഗംഗ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന ഏറ്റവും നീളം കൂടിയ ഒരു പോർഷനാണത്. മലയാള ചരിത്രത്തിൽ വേറൊരു പാട്ടുണ്ടായിട്ടില്ല ഇത്രയും ലെങ്ത്തുള്ള. അപ്പോൾ അതിനെ ആദ്യം ഞാൻ ജാസ്മിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു.